ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്ന സമയത്ത് സുഖമാണോ, അതാണ് സൗഹൃദം എന്ന് പറയുന്നത്. അത് അല്ലാതെ എനിക്ക് ഒന്നും വേണമെങ്കിൽ മിണ്ടാതെ പോകാം. ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഈ സമയത്ത് ഞാൻ അങ്ങേ താഴെ വെച്ച് കണ്ടു അല്ലേ, ഞാൻ ചിരിച്ചിട്ടാണ് വന്നത്. ഞാൻ തിരിച്ച് മോളിലേക്ക് വന്ന് കണ്ടപ്പോൾ പറഞ്ഞു സോറി എനിക്ക് മനസ്സിലായില്ല. എനിക്കത് പറയാതിരിക്കാം. പക്ഷേ നമ്മൾ കൂടെ ഉള്ള ഒരാളെ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ല, ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് എവിടെയോ കണ്ട ഒരാൾ, ചിലപ്പോൾ ഒരു പക്ഷേ ഹോട്ടലിൽ താമസിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഞാൻ എവിടെയോ വഴിയിൽ വെച്ച് കണ്ട ഒരാളെന്നേ തോന്നുള്ളൂ. പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് തെറ്റായിട്ട് തോന്നി, അയ്യോ ഞാൻ അവരെ അറിഞ്ഞില്ല, അതുകൊണ്ട് എന്താണ് കുഴപ്പം? അതാണ് സൗഹൃദം എന്ന് പറയുന്നത്. അതൊരു സ്നേഹം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വഴിയിൽ പോകുമ്പോൾ പല പ്രാവശ്യവും നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. ഇപ്പം മോട്ടോർ സൈക്കിളിൽ പോകുന്ന, കാറിൽ പോകുന്ന ഒരാൾ ഒരു പട്ടി ചാടുമ്പോൾ മനഃപൂർവ്വം കൊണ്ടടിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണ് അത്? നമുക്കൊന്ന് ബ്രേക്ക് ചെയ്താൽ അതിനെ രക്ഷപ്പെടുത്താം. അപ്പോൾ അതാണ് സ്നേഹം. അല്ലാതെ അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ആൾക്കാർ ചെടി ഓടിക്കാറുണ്ട്. ഞാൻ പറയാം ചെയ്യരുതെന്ന് പറയും, ഇത് അറിയാതെ സംഭവിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെടിയോ അങ്ങനെയാണെങ്കിൽ വേറെ സ്ഥലത്ത് പോയി പൊട്ടിക്കും, ഇതെന്തിനാണ് പൊട്ടിക്കുന്നത്? അപ്പോൾ വളരെ പരുഷമായിട്ട് ഇത്തരം കാര്യങ്ങളോട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതല്ല എനിക്ക് ശരിക്കും സ്നേഹമുള്ള അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യുന്നില്ലേ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നില്ലേ, അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. നമ്മളൊരു പ്രവൃത്തി കാണുമ്പോൾ അതിനെ തടുക്കുക എന്ന് പറയുന്നതാണ് സ്നേഹം. അല്ലാതെ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലാണ്. അല്ലാതെ എല്ലാത്തിലൂടെ ഒരു പ്രണയം തോന്നുന്നതിൽ തെറ്റില്ല. പിന്നെ അദ്ദേഹം ഓഷോ തന്നെ പറയുന്നുണ്ട്, ഇത് എൻ്റെ അഭിപ്രായമാണ് ഇപ്പോഴത്തെ, നാളെ ചെയ്യണമെങ്കിൽ എനിക്ക് അത് മാറാം. കാര്യം എൻ്റെ അഭിപ്രായമല്ലേ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബേസിക്കായിട്ട് എല്ലാവരെയും സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരാളോട് നന്നായി പെരുമാറുക. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ഒരാളുടെ ഒരു നോട്ടമായിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ തലോടലായിരിക്കും നമ്മൾ ഭയങ്കരമായൊരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഓഷോ എന്ന് പറയുന്ന, ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈ ഒരുപാട് ഓഷോമാരുണ്ട്. അദ്ദേഹത്തിനെ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു എന്നേ ഉള്ളൂ. ഈ നമ്മളിലുണ്ട്, ഞാനും ഒരു ജനീഷ് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഷോയാണ്. നമ്മൾ പിൽക്കാലത്ത് നമ്മൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിലുള്ള കുറേ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൂടെ ഒരു താല്പര്യം തോന്നുകയാണ്. അത്തരത്തിലുള്ളൊരു താല്പര്യമാണ് അദ്ദേഹത്തിനോട്. എനിക്ക് 100% അതിൽ ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളിക്ക് നിങ്ങൾക്ക് 32 അല്ലെങ്കിൽ 33 റോൾസ് റോയ്സ് കാർ ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി കറക്റ്റ് ചെയ്തു. നോ ഐ ഹാവ് 99 എന്നാണ് പറയുന്നത് അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. അത് നമ്മുടെ ഒരു സിസ്റ്റമിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഏറ്റവും നല്ല ഒരു ഹോട്ടലിലായിരിക്കും ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ അത്തരം ഹോട്ടലുകളില്ലാത്തൊരു സ്ഥലത്ത് എനിക്ക് ഒരു ചെറിയ മുറി കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്നൊരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് പ്രയാസമില്ല എന്ന് 100% പറയാം. കാര്യം ഞാൻ അത്തരം പ്രവൃത്തികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ വേണ്ടാന്ന് വയ്ക്കാൻ തീർച്ചയായിട്ടും പറ്റും. എന്തിനാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്? വെറുതെ വെക്കേണ്ട കാര്യമല്ലല്ലോ, അതിനൊരു റീസൺ ഉണ്ടാകുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരു അസുഖം വരിക, അതിനൊരു റീസൺ ഉണ്ടാകും. അല്ലാതെ ഞാൻ നാളെ രാവിലെ എനിക്കിതെല്ലാം വേണ്ട എന്ന് പറയുന്നതല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദിശ അല്ലെങ്കിൽ ജീവിതത്തിൽ പോകുന്നതെങ്കിൽ അതിൽ ഞാൻ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല.